ഈരാറ്റുപേട്ടയിലെ 6 റോഡുകളും അതുപോലെ തന്നെ റോഡ് സൈഡെല്ലാം വളരെ മാലിന്യമായി കിടക്കുന്ന ഒരവസ്ഥയിലാണ്. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ ബിൽഡിങ്ങുകൾ പണിത് മുനിസിപ്പാലിറ്റിയുടെ സാക്ഷനുമില്ലാതെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് നൽകി അതിൻ്റെ വേസ്റ്റുകൾ നിമഗ്നം ചെയ്യുന്നതിന് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ബിൽഡിംഗ് ഓണർമാരുണ്ടാക്കാതെ എല്ലാം പുഴയിലേക്കും തോട്ടിലേക്കും റോഡിലേക്കൊക്കെ തള്ളുന്ന ഒരു അവസ്ഥയാണ് ഈരാറ്റുപേട്ടയിൽ. ഇതിന് മുനിസിപ്പൽ ചെയർമാൻ്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ കൗൺസിലർമാർ നേതൃത്വം കൊടുത്ത് ടീം എമർജൻസി പോലുള്ള ഈരാറ്റുപേട്ടയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വവും ഉൾപ്പെടെ ഒരു പരിശോധന നടത്തിയപ്പോൾ വളരെ മോശമായ അവസ്ഥയിലാണ് നാടിൻ്റെ ഹൃദയഭാഗമായ ഈരാറ്റുപേട്ടയിലെ ഈ 6 സ്ഥിതി ചെയ്യുന്നത്. ഇതിനെതിരായി ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും ഈ നാട്ടിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലോഡ്ജുകൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഓണർമാരുടെ ബാധ്യതയാണ്. അല്ലാത്ത പക്ഷം മുനിസിപ്പാലിറ്റിയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കം അതിനെതിരെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും മനോഹരമായി ഒഴുകേണ്ട ഈരാറിൻ്റെ നാടായ ഈരാറ്റുപേട്ടയിലെ ഈ ആറിൻ്റെ അവസ്ഥ നമുക്കറിയാം. പിന്നെ എന്തൊരു ശോചിയാവസ്ഥയിലാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടും ലോഡ്ജിലെ ബാത്റൂമുകൾ ഉൾപ്പെടെ കക്കൂസുകൾ ഉൾപ്പെടെ തുറന്നു വിട്ട് ആറ്റിലേക്ക് ആ വെള്ളമാണ് ആ ബിൽഡിങ്ങിലെ താമസക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മോട്ടറുകൾ വെച്ചിരിക്കുന്നത് ഈ ആറിൽ നിന്ന് തന്നെയാണ്. ഈ വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്. എന്തൊരവസ്ഥയാണ്! നമ്മുടേതാണ് നാടും, നമ്മുടേതാണ് ഈ ആറും, നമ്മുടേതാണ് ഈ തോടുകളും എന്ന് നമുക്കൊരു സ്വയം ഒരു ചിന്ത ഉണ്ടാകണം. നാം ജീവിക്കുന്ന ഈ നാട്ടിൽ നമ്മൾ സ്വയം ശുചിത്വം പാലിക്കുകയും നാട്ടിലെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതും ജനങ്ങൾക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കേണ്ടതും നാം തന്നെ ഇത് മോശമാക്കുന്നത് വളരെ വേദനാജനകമാണ്. നമുക്ക് ഒത്തൊരുമിച്ച് ഇതിനുവേണ്ടി പ്രവർത്തിക്കാം. ഈരാറ്റുപേട്ടയിലെ മുനിസിപ്പൽ ചെയർമാനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം നേരിട്ടിറങ്ങി എല്ലാവരെയും ഉൾപ്പെടുത്തി ഈ ലോഡ്ജ് ഓണർമാരെ കണ്ട് അവരോടൊക്കെ സംസാരിച്ച് ഇനി ഇത് ആവർത്തിച്ചാൽ നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇതിനോടൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഴുവൻ സഹകരണവും, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ മുഴുവൻ സഹകരണം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്